നമസ്കാരം. കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ +1 ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെ ചോദ്യം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ചോദ്യം നോക്കുക. ഫൈൻഡ് ആർ ഇഫ് 5PR = 6PR-1. ഇതിന് 4 മാർക്കാണ്. 5PR എന്നാൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു കാര്യം, NPR എന്നാൽ ഇങ്ങനെയാണ്, n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പോൾ 5PR എന്നാൽ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ. അതുപോലെ ഇപ്പുറത്തെ സൈഡ് 6PR-1 എന്നാണ്. അപ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് ആർ മൈനസ് 1 ഫാക്ടോറിയൽ. ഇവിടെ നമുക്ക് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ അതുപോലെ എഴുതി. ഈ സൈഡ് 6 ഫാക്ടോറിയൽ ബൈ ഇവിടുന്ന് മൈനസ് അകത്ത് കയറുമ്പോൾ ഇത് 7 മൈനസ് ആർ എന്ന് വരും. അപ്പോൾ 7 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതിന് നമുക്ക് ഇനിയും ഇത് അഴിച്ചെഴുതാം. അതായത് 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ ഫാക്ടോറിയൽ അതുപോലെ എഴുതി. ഇപ്പുറത്തെ സൈഡിൽ 6 ഫാക്ടോറിയലിനെ 6 × 5 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. കാരണം ഇത് രണ്ടും വെട്ടിക്കളയാം. ഡിനോമിനേറ്റർ ഉള്ളത് 7 മൈനസ് ആർ എന്നതിനെ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ ഇൻറ്റു 5 മൈനസ് ആർ ഫാക്ടോറിയൽ വരെ നിർത്തി. എന്നിട്ട് ഇത് രണ്ടും ഇവിടെ വെട്ടിക്കളയാം. മിച്ചമുള്ളത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ 7 മൈനസ് ആർ ഇൻറ്റു 6 മൈനസ് ആർ = 6. ഇത് ഓപ്പൺ ചെയ്താൽ 42 മൈനസ് 7R. ഈ 7 കൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ചെയ്തു 7R. ഇത് 6R. ഇവിടെ വരുന്നത് +R². ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ നമ്മൾ കറക്റ്റ് ആക്കി എഴുതിയാൽ R² ആദ്യം എഴുതുന്നു. ഇത് രണ്ടും കൂടെ 13R + 42 - 6 ആണ് 36. ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ 36 കിട്ടണം, ആഡ് ചെയ്താൽ -13 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സാണ് -9ഉം -4ഉം. അപ്പോൾ R-9 × R-4 = 0. ഇവിടുന്ന് R = 9, R = 4 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന വില നോക്കുക. 5PR അല്ലെങ്കിൽ 6PR-1. അപ്പോൾ 5നേക്കാൾ അല്ലെങ്കിൽ 6നേക്കാൾ ചെറിയ വിലയായിരിക്കണം. അങ്ങനെ ചെറിയ വില എന്നത് 4 ആണ്. അപ്പോൾ R = 4 ഈസ് പോസിബിൾ. ഇതിന് 4 മാർക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.